إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تأثوا في الأرض مفسدين ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനും എല്ലാം പടച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് സ്വന്തത്തോടും ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ എളുപ്പവും പ്രയാസവും സുഖവും ദുഃഖവുമെല്ലാം തീരുമാനിക്കുന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഐഹികമായ ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ജീവിതം മാത്രമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തീരുമാനിച്ചു വെച്ച
മരണമെന്ന് പറയുന്ന ദിവസം വരെയുള്ള താൽക്കാലികമായ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ മരണാനന്തരമുള്ള ജീവിതവും അതിന് ശേഷം വരാനിരിക്കുന്ന പാരത്രികമായ ജീവിതവുമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും പരലോക ജീവിതത്തെ സംബന്ധിച്ച് ധാരാളം വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പരലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ട ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മഹ്ശർ എന്ന് പറയുന്ന മൈതാനിയിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വളരെ പ്രയാസകരമായ ഒരു സന്ദർഭം മനുഷ്യരെല്ലാം അഭിമുഖീകരിക്കേണ്ട സന്ദർഭമാണ്. അന്ന് മനുഷ്യന്റെ ഒരു ചാൺ മുകളിലായിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, അതിന്റെ ചൂട് മനുഷ്യനെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലും അപ്പുറമാണ്, സഹിക്കാൻ സാധിക്കാത്ത വിധം പ്രയാസകരമായ അവസ്ഥയിലായിരിക്കുമെന്നും ഓരോ മനുഷ്യരും തങ്ങളുടെ കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിശദീകരിക്കുകയുണ്ടായി. ചില മനുഷ്യർ അവരുടെ കാൽമുട്ട് മൂടുന്നത് വരെ അവർ വിയർപ്പിലായിരിക്കും. ചില മനുഷ്യരുടെ ശരീരത്തിന്റെ പകുതി ഭാഗം വിയർപ്പിലായിരിക്കും അവർ ഉണ്ടാവുക. ചില മനുഷ്യർ ശരീരം മൂടുമാറ് അവരുടെ മുഖത്തൊക്കെയും വിയർപ്പിനാൽ ഇങ്ങനെ ശരീരം വിയർപ്പിൽ മൂടുന്ന രൂപത്തിൽ അത്രയും ശക്തമായി വിയർപ്പിലായിക്കൊണ്ട് മനുഷ്യൻ കഴിയുന്ന ഒരു രംഗം പരലോകത്ത് മനുഷ്യരെ സംബന്ധിച്ച് വരാനുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ ഇത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസമാണ് എങ്കിൽ ആ പ്രയാസത്തിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എളുപ്പവും നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് അല്ലാഹുവിന്റെ നീതി എന്ന് പറയുന്നത്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഒരു എളുപ്പം, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഒരു സന്തോഷത്തിനുള്ള ഒരു അവസരമുണ്ടാവുക എന്നത്, ഉണ്ടാക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചില ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹു തആല അവരുടെ അർശിന്റെ തണൽ നൽകിക്കൊണ്ട് ആ ചൂടിൽ നിന്ന് അല്ലാഹു തആല ആശ്വാസം നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം, അന്ന് മഹ്ശറിൽ അല്ലാഹു തആല അവന്റെ അടിമകളിൽ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകിക്കൊണ്ട് അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഒന്നാമതായി പ്രവാചകൻ വിശദീകരിക്കുന്നത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ വിധികർത്താവ്, നീതിമാനായ ഭരണാധികാരി എന്നതാണ്. നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ
ഒരു നാടിനെ ഭരിക്കുന്ന മനുഷ്യൻ എന്നത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ വിഷയം അത് കൂടുതൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നവരാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും. അഥവാ നീതി എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവർ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുവാൻ മനുഷ്യനോട് കൽപ്പിക്കുകയാണ്. വൽ ഇഹ്സാൻ, അതുപോലെ തന്നെ നന്മ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിക്കുകയാണ് എന്നാണ്. അഥവാ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുവാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് തന്നെ അവൻ ഇടപെടുന്ന മേഖലകളിൽ അക്രമവും അനീതിയും വഞ്ചനയും എല്ലാം നടമാടുമ്പോൾ അവിടെയൊക്കെ നീതിയുടെ വക്താവായിക്കൊണ്ട് നിലകൊള്ളുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണ് എന്നും, എന്നാൽ അത് സ്വീകരിച്ച് നീതിയുടെ ആളായി തീരുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അടിമകളെ ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ്. വഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക, ജീവിതത്തിൽ നിങ്ങൾ നീതി പാലിക്കുന്നവരായി തീരുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുന്ന ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ്. അപ്പൊ നീതി എവിടെയാണോ ഉള്ളത് അവിടെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടുകാരും തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള മനുഷ്യനും തമ്മിൽ ഒരു പ്രശ്നത്തിൽ വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി എങ്കിൽ അവിടെ ആരുടെ ഭാഗത്താണോ ശരി, അവരുടെ ഭാഗത്താണോ നീതി, അവിടെ നിലകൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് നീതിയുടെ വക്താക്കളായി മാറുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക. ഇങ്ങനെ നാം ജീവിതത്തിൽ നാം ഇടപെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ നീതി പാലിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അനീതിയോടുകൂടി ജീവിക്കുന്ന ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുവാൻ കാരണമായി തീരുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അനീതി എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പ്രവണതകളെ വളരെ ശക്തമായി എതിർത്തതായി നമുക്ക് പ്രവാചകന്റെ ജീവിതക്രമത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന വേളയിൽ ഒരു കച്ചവടക്കാരന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുകയുണ്ടായി. അദ്ദേഹമാകട്ടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച അദ്ദേഹത്തിന്റെ ധാന്യം അത് പുറമെ നിന്ന് കാണുവാൻ വളരെ സുന്ദരമായി നല്ല വൃത്തിയുള്ള ധാന്യമാണ് അദ്ദേഹത്തിൻ്റെത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ആ ധാന്യത്തിന്റെ അടിയിലേക്ക് അവിടത്തെ കൈ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് കൈ പ്രവേശിപ്പിച്ച വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന് നനവ് അനുഭവപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, അല്ലയോ കച്ചവടക്കാര, എന്താണിത്? താങ്കളുടെ ധാന്യം ഇത് എന്താണ് ഇങ്ങനെ? അതിന്റെ അടിയിൽ എന്താണ് കേടുവന്നത് വെച്ചിരിക്കുന്നത്, നനഞ്ഞത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച വേളയിൽ അദ്ദേഹം അത് മഴ വർഷിച്ചത് കാരണം വെള്ളം തട്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എങ്കിൽ താങ്കൾക്ക് ആ ധാന്യം ആളുകൾ കാണുന്ന രൂപത്തിൽ താങ്കളുടെ ഈ ധാന്യത്തിന്റെ മുകളിൽ അത് ഇട്ടുകൂടായിരുന്നില്ലേ? എന്തിനാണ് താങ്കൾ ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്നത്, പറ്റിക്കുന്നത്? ഇത്തരം പൂത്തിവെപ്പ് നടത്തുന്ന ആളുകൾ എന്റെ മില്ലത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരിക്കലും അനീതിയെ ഒരിക്കലും അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നും അതിനെ ശക്തമായി എതിർക്കുകയാണ് റസൂൽ ചെയ്തത് എന്ന് പ്രവാചകന്റെ നടപടിക്രമം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മദിയനിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ ശുഐബ് നബിയുടെ ആ ആളുകളുടെ ജീവിത രീതി എന്ന് പറയുന്നത് അവർ കച്ചവടക്കാരായ ആളുകളായിരുന്നു.
കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ശുഐബ് നബിയുടെ ജനത എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടത്തിൽ അനീതി കാണിച്ചിരുന്നു. അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. അതുപോലെ തന്നെ അവർ ആളുകൾക്കിടയിൽ അനീതി കാണിച്ച ആളുകളായിരുന്നു. യാത്രക്കാരായ ആളുകളെ, അത്തരം ആളുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ പക്കലുള്ളതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ആളുകളെ വഞ്ചിച്ചും ചതിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളിൽ നിന്ന് വല്ലതും അളന്ന് വാങ്ങുകയാണ്, സ്വീകരിക്കുകയാണ് എങ്കിൽ അത് കൂടുതലായി വാങ്ങുകയും ആളുകൾക്ക് അളന്നു കൊടുക്കുന്ന വേളയിൽ അതിൽ കൃത്രിമം നടത്തുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. ശുഐബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, വയാ ഖൗം ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ജനങ്ങൾക്ക് അളന്നു തൂക്കി കൊടുക്കുന്ന വേളയിൽ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ ആളുകൾക്ക് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കണം. വലാ തബ്ഖസുൻ നാസ അശ്യാഹും. നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കളിൽ യാതൊരുവിധ കുറവും വരുത്തുവാൻ പാടില്ല. വലാ തൻസൗ ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളായി നിങ്ങൾ വിഹരിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടരുത് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനവിഭാഗത്തോട് അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള വസിയ്യത്തായി, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഉപദേശമായി കൊണ്ട് ആ ജനങ്ങളോട് പറഞ്ഞ വേളയിൽ ആ ജനങ്ങൾ അത് സ്വീകരിക്കാൻ, അത് എടുക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. അവർ അവരുടെ അനീതിയിലും വഞ്ചനയിലും അക്രമത്തിലുമായി കൊണ്ട് അവർ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ഒന്നടങ്കം ഒരു വലിയ ശബ്ദത്തിലൂടെ, ആ ശബ്ദം മുഖേന ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലൂടെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളുടെ അവരുടെ പര്യവസാനത്തെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോ സത്യവിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, അനീതി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ, ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ ഒരുപക്ഷെ മനുഷ്യൻ നേരിടേണ്ടി വരാവുന്ന വളരെ വലിയ ഗൗരവമുള്ള കാര്യമാണ് അനീതി എന്ന് പറയുന്നത് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്ത് അവന്റെ മഹ്ശറിൽ അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ രക്ഷപ്പെടുന്ന ആളുകളായി തീരണമെങ്കിൽ ഒന്നാമതായി നമ്മെ സംബന്ധിച്ച് നമ്മൾ നീതി പാലിക്കുന്ന ആളുകളായി തീരുവാൻ ശ്രമിക്കുക. അത്തരം ആളുകളെ അല്ലാഹു തആല പരലോകത്തുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, സൂര്യന്റെ ശക്തമായ ചൂടിൽ നിന്ന് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ തല നൽകിക്കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ അത്തരം ആളുകൾക്ക് ഉൾപ്പെടാൻ സാധിക്കുമെന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച യുവാവ് എന്നതാണ്. അല്ലാഹുവിനെ ആരാധനകൾ ചെയ്യുക, അവന്റെ ഇബാദത്തുകൾ ചെയ്യുക എന്നത് ഏതൊരു മനുഷ്യന്റെയും പ്രായഭേദമന്യേ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാഹുവിനെ ആരാധിക്കുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ദൃഢമായും ഉറപ്പായും മനുഷ്യനിലേക്ക് കടന്നു വരാവുന്ന മരണം വരെ, ഈ ലോകത്തിൽ നിന്നുള്ള അവസാനം വരെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആരാധനകളിൽ അതിൽ സജീവമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൗവനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന്റെ ആയുസ്സിൽ ഏറെ അനുഗ്രഹീതമായ ഒരു കാലമാണ് അവന്റെ യൗവനം എന്ന് പറയുന്നത്. ആ യുവത്വ കാലഘട്ടം അല്ലാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യുവാനും
അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും സാധിക്കുക എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിത്തരുന്ന കാര്യവുമാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിലെല്ലാം അതിലെല്ലാം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അത് നിർവഹിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട്, മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവനുള്ള ഇബാദത്തുകൾ, ആരാധനകൾ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കണം എന്നുള്ളതാണ്. ആരാധന എന്ന് പറയുന്നത് അത് വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതൊക്കെയും ആരാധനകളായി കടന്നു വരാവുന്നതാണ്. അത്തരം ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അതിന് വളരെ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 5 നേരത്തെ നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും അതുപോലെയുള്ള മറ്റു ഇബാദത്തുകളും സകാത്തും ഹജ്ജും അതിങ്ങനെ തുടങ്ങിയ ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അത്തരം ഇബാദത്തുകൾ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് എത്ര ചെറുതായിട്ടാണെങ്കിലും നിർവഹിക്കുന്നത് എങ്കിൽ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പ്രതിഫലമുണ്ട് എന്നതാണ് സത്യവിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണുകയുണ്ടായി. എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ട വേളയിൽ ഞാൻ അവിടെ ഒരു മനുഷ്യനെ കാണുകയുണ്ടായി. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വൃക്ഷത്തിന്റെ, ഒരു മരത്തിന്റെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതായി, അതിന്റെ ചുറ്റും ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്താണ് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള കാരണമായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അവിടുന്ന് പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് ജനങ്ങൾക്ക്, യാത്രക്കാരായ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു വൃക്ഷം, ഒരു മരമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ മരം മുറിച്ചു മാറ്റി ആളുകൾക്കുള്ള പ്രയാസത്തെ ആ മനുഷ്യൻ നീക്കം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അതൊരു കാരണമായി തീർന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ നിസ്സാരമാണ് എന്ന് കരുതുന്ന പലതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വളരെ വമ്പിച്ച വളരെ വലിയ പ്രതിഫലം നേടിത്തരുന്ന കർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 70 പരം ശാഖകളുണ്ട്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. വഅദ്നാഹ, അതിലേറ്റവും അടിത്തട്ടിൽ നിലകൊള്ളുന്നത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കുക, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, യാത്രക്കാരായ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വഴികളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാം എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഇബാദത്തുകൾ അത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിർബന്ധമായി ജീവിതത്തിൽ പാലിക്കുവാനും അതുപോലെ തന്നെ ഐച്ഛികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതിന്റെ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം ജീവിതത്തിൽ എടുക്കുവാനും നാം ശ്രദ്ധിക്കുക. ആ നിലക്ക് ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി തീരാൻ ശ്രമിച്ച്
അള്ളാഹുവിനുള്ള ആരാധനകൾ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന വേളയിൽ അവന്റെ പാരത്രികമായ ലോകത്ത് പ്രയാസങ്ങളിൽ നിന്നെല്ലാം മുക്തമായി എളുപ്പമുള്ള അവന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന അവന്റെ അനുഗ്രഹീതരായ അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്ത് അവന്റെ ഉന്നതമായ അർശിന്റെ തണൽ നൽകപ്പെട്ട് അനുഗ്രഹം ലഭിക്കുന്ന അവന്റെ അടിമകളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. ജീവിതത്തിൽ നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ, ആരാധനകൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മനുഷ്യർക്കുമെല്ലാം പരലോകത്ത് വളരെ വലിയ അനുഗ്രഹങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് പ്രവാചകന്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അവനെ ഓർക്കുന്ന ആളുകളായി തീരുക എന്നത് ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക, അവനെ ഓർത്തുകൊണ്ടിരിക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടി പ്രത്യേകം മനുഷ്യരോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ ഓർക്കുകയാണ് എങ്കിൽ അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി, ഒരു മനുഷ്യൻ എന്നെ കുറിച്ച് ഓർക്കുകയാണ് എങ്കിൽ ഞാൻ അവന്റെ കൂടെയായിരിക്കും. വഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർക്കുകയാണ് എങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കുന്നതാണ്. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അവൻ ഒരു വേദിയിൽ വെച്ചുകൊണ്ടാണ്, ഒരു സദസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നെ സ്മരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിനെ ഓർക്കുന്നത് എങ്കിൽ, അതിനേക്കാൾ ഉത്തമരായ ആളുകൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന ഉത്തമമായ വേദിയിൽ വെച്ചുകൊണ്ട്, സദസ്സിൽ വെച്ചുകൊണ്ട് എന്നെ ഓർത്ത അടിമയെ ഞാനും ഓർക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഓർമ്മയും അവന്റെ പരിഗണനയും നമുക്ക് ലഭിക്കണമെന്നുണ്ട് എങ്കിൽ അവനെ സ്മരിക്കുന്ന ആളുകളായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പാരത്രികമായ ലോകത്ത് അർശിന്റെ തണൽ നൽകുമെന്നും അതുപോലെ തന്നെ
അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ ഉന്നതമായ പ്രതിഫലവും അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും, അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നും അതിലുപരി പരലോകത്ത് ഉന്നതമായ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചു, അറിയുക, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ അവൻ ഓർക്കുന്നതിലൂടെ മനസ്സുകൾക്ക് സമാധാനം, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനെ സ്മരിക്കുന്നതിൽ നിന്ന്, അവന് ദിക്റുകൾ ചൊല്ലുന്നതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനാജനകമായ പ്രയാസകരമായ അവസ്ഥയായിരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ള മുന്നറിയിപ്പ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ സ്മരണയിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ തീർച്ചയായും അവന് വളരെ പ്രയാസകരമായ കുടുസായ ജീവിതമായിരിക്കും അവനുണ്ടാവുക. ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നാം ആ മനുഷ്യനെ അന്ധനായിക്കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടുക. ആ സമയത്ത് അന്ധനായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ റബ്ബേ ഇവിടെ നീ ഒരു അന്ധനായി, കണ്ണു കാണാത്തവനായി ഈ മഹ്ശറിൽ എന്നെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? ദുനിയാവിൽ ഞാൻ എല്ലാം കാണാൻ സാധിക്കുന്ന മനുഷ്യനായിരുന്നുവല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇവിടെ നീ കണ്ണു കാണാത്തവനായി ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല കദാലിക അത്തത്ക ആയാതുന ഫനസീതഹ വകദാലിക അൽയൗമ തുൻസ. അപ്രകാരം ദുനിയാവിൽ എന്റെ വചനങ്ങൾ നിനക്ക് വന്നെത്തിയ വേളയിൽ അതിനെയെല്ലാം നീ മറന്നുകൊണ്ടാണ് നിന്റെ ജീവിതം നീ കഴിച്ചു കൂട്ടിയത്. വകദാലിക അൽയൗമ തുൻസ, അതിനാൽ ഇന്നതാ നീയും വിസ്മരിക്കപ്പെടുന്നു, നിന്നെ ഓർക്കുവാൻ സാധ്യമല്ല എന്ന രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ പരലോകത്ത് അവന്റെ അവഗണന ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗം ആളുകളായി മാറും. അല്ലാഹുവിനെ തീരെ ജീവിതത്തിൽ ഓർക്കാത്ത, അവനെ ദിക്ർ ചൊല്ലാത്ത, അവനെ സ്മരിക്കാത്ത മനുഷ്യരെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുമ്പോൾ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ സ്മരിക്കുവാൻ, അവനെ ഓർക്കുവാൻ ധാരാളം ദിക്റുകളും ദുആകളും പഠിപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രഭാതത്തിലും പ്രദോഷങ്ങളിലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളും ദുആകളുമെല്ലാം നാം ശീലമാക്കുവാനും അങ്ങനെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് വേളകളിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സന്ദർഭങ്ങളിൽ ആ അനുഗ്രഹം ദാതാവായ, അത് നൽകിയിട്ടുള്ള സത്താവായ റബ്ബിനെ ഓർക്കുവാനും അവന് നന്ദി കാണിക്കുവാനും നാം ശ്രദ്ധിക്കുക. അത്തരം നന്ദി കാണിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകുമെന്ന് അല്ലാഹു തആല മനുഷ്യരോട് കരാർ ചെയ്തിട്ടുള്ള, മനുഷ്യരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ അനുഗ്രഹവും അവന്റെ പ്രതിഫലവുമെല്ലാം നേടിത്തരുന്ന ഇത്തരം ജീവിതത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപൃതരായിക്കൊണ്ട് പാരത്രികമായ ജീവിതത്തെ ധന്യമാക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. എന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അവരുടെ ബർസഖ് ജീവിതം സമാധാനത്തിലാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് വിട പറയാൻ സാധിക്കുന്ന ആളുകളിൽ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവിന്റെ കുടുംബത്തിൽ നിന്നും
അയൽപക്കങ്ങളിൽ നിന്നുമെല്ലാം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്രയായിട്ടുള്ള ആളുകൾ അതിന് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്ന സത്യവിശ്വാസികളായ ആളുകൾ അവർക്കെല്ലാം ആരോഗ്യത്തോടുകൂടി പരിശുദ്ധമായ ഹജ്ജിന് ആ ഹജ്ജ് കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാനും അതുപോലെ തന്നെ വളരെ ആരോഗ്യത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങി വരുവാനുമുള്ള എല്ലാ നിലക്കുള്ള അനുഗ്രഹവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, സത്യവിശ്വാസികളായി ജീവിക്കുന്നതിന്റെ പേരിൽ, മുസ്ലിമായി ജീവിക്കുന്നതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നീ നീക്കി കൊടുക്കുന്ന റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നാടിനെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ. إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. توفنا مسلمين والهكنا بالصالحين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.